ഹലോ, എല്ലാവർക്കും ഗ്ലോയിങ് സീഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബേബി ഫ്രോക്കാണ് ചെയ്യുന്നത്. റെഡും ബ്ലാക്കും ആയിട്ടുള്ള 2 റയോൺ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ഒരു ഫ്രോക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് റഫിൾസൊക്കെയുള്ള ചുരുക്കിയിട്ട് തയ്ക്കുന്ന ഒരു ഫ്ലെയറുള്ള ഒരു കുട്ടി ഫ്രോക്കാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് റയോൺ ആണ്. അത് റെഡും ബ്ലാക്കും ഉണ്ട്. അതിൽ പിന്നെ വൈറ്റ് ലൈനിങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ റെഡ് ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് റയോൺ ഞാൻ എടുത്തിരിക്കുന്നത് 30 സെൻറ്റിമീറ്റർ മാത്രമേ ഉള്ളൂ യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ബ്ലാക്ക് എടുത്തിരിക്കുന്നത് ഒരു 3/4 മീറ്റർ എടുത്തിട്ടുണ്ട്. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 100 ആണ്. കറക്റ്റ് മെഷർമെൻറ്റ് അറിയുവാണെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഫാബ്രിക് മുറിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ ഞാൻ ഷോൾഡർ, ആം ഹോള്, പിന്നെ ചെസ്റ്റ്, വേസ്റ്റ് എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. എത്രയാണോ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് അത് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചസ് ആണ്. നെക്ക് ഡെപ്ത്ത് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെയാണ് എടുക്കുന്നത്. അത് 2.5 ഇഞ്ചസ് ആണ്. സീം അലവൻസ് ഞാൻ ഇട്ടിരിക്കുന്നത് 2 ഇഞ്ചസ് ആണ്. അത് വേസ്റ്റ് വിഡ്ത്തിനും അതുപോലെ ചെസ്റ്റിൻ്റെ അവിടെയും ഞാൻ 2 ഇഞ്ചസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി താഴ്വശം ഞാനൊരു 3/4 ഇഞ്ച് കയറ്റി ഒന്ന് കർവ് ചെയ്യുന്നുണ്ട്, ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഈ മെയിൻ ഫാബ്രിക് വെച്ചിട്ട് ഞാൻ ലൈനിങ്ങും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിൽ ഞാൻ ബട്ടണാണ് പിടിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സ്ട്രിപ്സ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോണത്. അത് നിങ്ങൾക്ക് എത്ര വേണോ ഫ്ലെയർ അതിനനുസരിച്ച് എടുക്കുക. ഞാൻ അത്യാവശ്യം ഫ്ലെയർ വെച്ചിട്ട് അതുപോലെ ലെങ്ത്തും ഒരു 22 ഇഞ്ചസ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ സ്കേർട്ട് പാർട്ടിൻ്റെയും അതുപോലെ യോക്ക് പാർട്ടിൻ്റെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി എന്നെ സ്റ്റിച്ചിങ് ആണ് കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് യോക്ക് പാർട്ടിൽ ലൈനിങ്ങുമായിട്ട് ഫ്രണ്ട് പാർട്ട് ഞാനൊന്ന് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതായത് മെയിൻ ഫാബ്രിക്കിൻ്റെ അതിന് താഴെ ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ നെക്ക് ഞാനൊന്ന് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിലൊന്ന് അടിച്ചെടുക്കാൻ പോവാണ്.
അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഹോളിൻ്റെ ഭാഗമൊക്കെ കൂടെ ഞാനൊന്ന് അടിക്കുകയാണ്. അതിനുശേഷം ഞാനൊന്ന് മറച്ചിടുന്നുണ്ട്. അതുപോലെ ഞാൻ ബാക്ക് പാർട്ടിൻ്റെ ഇതുപോലെ നെക്കും ആം ഹോളും അടിക്കുകയാണ്. അങ്ങനെ ഈ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ മറച്ചിട്ടിട്ടുണ്ട്. ഇനിയും ബാക്ക് പാർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ ഫ്രണ്ട് പാർട്ട് വെച്ച് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. നല്ല വശം വെച്ചിട്ടാണ് അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ ഒന്ന് നിവർത്തി കൊടുക്കാൻ പോവാണ്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കത് ഷോൾഡർ കിട്ടും. വേണ്ടവർക്ക് അവിടെ ഒന്ന് പതിച്ചടിക്കാം. ഞാൻ അടിക്കുന്നില്ല. പതിച്ചടിച്ചാൽ കുറച്ചും കൂടെ നല്ല സെക്യൂർ ആയിട്ട് ഇവിടെ ഇരിക്കുന്നതായിരിക്കും. ഇനി ബാക്കിൽ ബട്ടൺ പിടിപ്പിക്കുന്നവർക്ക് പിടിപ്പിക്കാം. സിബ് വേണ്ടവർക്ക് ചെയ്യാം. ഞാനിവിടെ ബട്ടണാണ് പിടിപ്പിക്കുന്നത്. അതിന് അതിൻ്റെ ബാക്കിൽ ആ ഒരു സെൻറ്റർ പോർഷനിൽ ഒരു കട്ടിങ് കൊടുക്കണം. അതിനുശേഷം പടി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രിപ്സ് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാനൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇങ്ങനെ മടക്കി അത് വീണ്ടും നമ്മൾ ഈ സിബ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് രണ്ട് വശത്തും ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അങ്ങനെ മറിച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ മറ്റേ സൈഡിലെയും സ്ട്രിപ്പ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ബട്ടൺ വെക്കുന്ന സ്ഥലത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് ആക്കിയിട്ട് വേണം മടക്കി വെക്കാനായിട്ട്. ഇനി കുറച്ച് ക്രോസ് പീസസ് ഞാൻ നെക്കിലും ആം ഹോളിലും പിടിപ്പിക്കാനായിട്ട് കുറച്ച് ക്രോസ് പീസസ് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്രോസ് പീസസ് ഞാൻ നെക്കിലും ആം ഹോളിൻ്റെ അവിടെയും ഞാൻ ഒരു 1/2 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നെക്കിൻ്റെ അവിടെയും ആം ഹോളിൻ്റെ അവിടെയും ഞാൻ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. സ്കേർട്ട് പാർട്ട് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് ലൈനിങ് ആണ് താഴെ വെക്കുന്നത്. ആ റെഡ് റയോൺ ഫാബ്രിക്കിൽ ഒരു 3 ഇഞ്ചിൻ്റെ വീതിയിൽ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഞാൻ ഒന്ന് മടക്കിയിട്ട് ചുരുക്കിയിട്ട് തയ്ക്കാൻ പോവാണ്. ഇത് ഞാൻ സ്കേർട്ട് പാർട്ടിൻ്റെ ഏറ്റവും താഴെയായിട്ട് ബോർഡർ പോലെ ചെയ്യാനായിട്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ സ്റ്റിച്ച് ചെയ്ത് ചുരുക്കെടുക്കാം. ഞാനിവിടെ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ സ്കേർട്ട് പാർട്ടിൻ്റെ ബോർഡറിൽ ഈ ഒരു റെഡ് ഫാബ്രിക് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ 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 മടക്കുകൾ ഉണ്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാനാണ് പോണത്. അതിന് കൂടെ ഞാൻ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഫാബ്രിക് എടുക്കുക, അതിങ്ങനെ രണ്ടായിട്ട് മടക്കുക, എന്നിട്ട് സൈഡിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത ശേഷം അത് ആ ഫാബ്രിക് ഒന്ന് മറിച്ചിട്ടിട്ട് ആ മിഡിൽ പോർഷൻ ഒന്ന് ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ പോലെ നല്ല ഡിസൈൻ നമുക്ക് കിട്ടും. അത് ഞാൻ ഫ്രണ്ടിൽ ഒരു ടോട്ടൽ ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ ഞാൻ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ 2 സൈഡിലും ഞാൻ ആ ഒരു ബട്ടർഫ്ലൈ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റഫിൾസ് ഞാൻ അത് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ചുരുക്കിയിട്ടെടുത്ത് ചെയ്തതാണ് ഞാനത്. അതുപോലെ തന്നെ ബോ ചെയ്തിട്ടുണ്ട്. ബോ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റഫിൾസിൻ്റെ ആണെങ്കിലും വേറെ ഞാൻ ഒരു എംബ്രോയ്ഡറി ഫ്രോക്ക് ചെയ്തതിൻ്റെ ഡിസൈനിലുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്തായാലും നല്ല ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ. ഈ പോൾക്ക ഡോട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക് നല്ല രസമാണ് റയോണിൻ്റെ. പിന്നെ ബാക്കിൽ ഞാൻ പ്രസ് ബട്ടണാണ് ചെയ്തേക്കുന്നത്. അത് ഞാൻ മറ്റേ പ്ലെയർ വെച്ചിട്ടാണ് ബട്ടൺ പ്രസ് ചെയ്യുന്ന പ്ലെയർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കുക അടയ്ക്കുകയും ചെയ്യാം. എളുപ്പമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കുട്ടികൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഔട്ട്ലുക്ക്. വളരെ എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു റഫേഴ്സ് പിടിപ്പിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹെഡ് ബാൻഡിലാണെങ്കിലും ഇതുപോലെ ചെറിയ ബട്ടർഫ്ലൈ 2 എണ്ണം മാത്രമേ ഇവിടെ ഞാൻ പിടിപ്പിച്ചിട്ടുള്ളൂ. സാധാ ഒരു സിമ്പിൾ ബേബി ഫ്രോക്കാണ് ചെയ്തേക്കുന്നത്. ആ സ്റ്റിച്ചിങ് എല്ലാം ആണെങ്കിലും നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസിലെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.